ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് വീഡിയോസൊന്നും ചെയ്യാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ ഇന്നത്തെ വിശേഷം ഇതൊക്കെയാണ്. നോമ്പിൻ്റെ പണിയും വീട് മാറലും എല്ലാം കൂടി ആയിട്ട് ക്ലീനിങ്ങും എല്ലാം കൂടിയാണ് കേട്ടോ. അപ്പോൾ വേണ്ടതും വേണ്ടാത്തതെല്ലാം വേർതിരിച്ച് കഴുകി വൃത്തിയാക്കി അങ്ങോട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ടാട്ടോ. അപ്പോൾ കഴിയണത് ഇങ്ങനെ ചെറുതായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഇങ്ങനെ മാറ്റി വെക്കുകയാണ്. വർക്കേരിയിലൊരു സൈഡിൽ കൊണ്ടുപോകാനുള്ളത് മാത്രം ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം കേട്ടോ. പൊതുവേ നോമ്പ് കാലത്ത് നോമ്പ് പണിയായിട്ട് കുറച്ച് പണി കൂടും. അതിൻ്റെ ഇടയിൽ നമ്മൾ വീട് കൂടി താമസം മാറുകയാണെന്ന് പറയുമ്പോൾ അത് ഒന്നും കൂടി എക്സ്ട്രാ പണിയാണല്ലോ. അപ്പോൾ കഴുകലും എന്താ പറയുക, ഒരുപാട് പണി ഉണ്ട്. അതെല്ലാം കൂടിയും കഴിഞ്ഞിട്ട് വൈകുന്നേരം കൊണ്ടുവെക്കണ സാധനങ്ങളെല്ലാം അത്യാവശ്യ സാധനങ്ങളൊക്കെ കേട്ടോ. അതിൻ്റെ ഇടയിൽ ലാമിൻ്റെ വീട്ടിൽ സിധുവിനെ ചുരുട്ടി കൂട്ടിയിട്ടിട്ടുണ്ട്. അതിൽ നിന്ന് എണീക്കാനും സമ്മതിക്കൂല. അവനാണെങ്കിൽ അതിൽ അവനെ ഫുള്ള് കൊള്ളൂല്ല. തിക്കി തിരക്കി അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട് കേട്ടോ ചെയ്തു. ലാമിക്കെല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം എല്ലാ ബെഡും കട്ടിലൊക്കെ കുത്തിച്ചാരിയൊക്കെ അല്ലേ വെച്ചിരിക്കണം. ആകെ അലങ്കോലം, ഇരിക്കാൻ പോലും സ്ഥലമില്ലാത്ത അവസ്ഥയാണ്. മൊത്തം വാരി വലിച്ചിട്ടിരിക്കണം. അവൾക്ക് എല്ലാം ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ ഷിതുവിനെ കിട്ടിയപ്പോൾ കൊല്ലാകൊല ചെയ്യാൻ കേട്ടോ. കാരണം അവളെയും കൊണ്ട് പിന്നെ അവളെല്ലാം കളിക്ക് നിന്ന് കൊടുക്കും. അതിൻ്റെ ഇടയിൽ മോനൊന്ന് റെസ്റ്റ് എടുക്കുന്നുണ്ട് കേട്ടോ. ഉച്ചക്ക് ഭക്ഷണം കഴിച്ചിട്ട് ഒരു 10 മിനിറ്റ് റെസ്റ്റ് എടുക്കട്ടെ പറഞ്ഞിട്ട് ബെഡൊക്കെ നിലത്ത് കൂടെ ആകെ വാരി വലിച്ചിട്ടിരിക്കുകയാണല്ലോ. അതിൻ്റെ ഇടയിൽ അവനൊന്ന് കിടക്കുകയാണ് പറഞ്ഞിട്ട് അവിടെ കിടക്കുന്നുണ്ട്. അൻവർക്ക് അവിടെ ഇരുന്ന് ചായ കുടിക്കുന്നുണ്ട്. എല്ലാവരും ഒന്ന് ഇരിക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ഈ ഷിതുവിനെയും ലാമിൻ്റെയും ഈ വികൃതി കേട്ടോ. ഷിതുവിന് റെസ്റ്റ് എടുക്കാനുള്ള സമയമൊന്നും ഇവിടെ കൊടുക്കൂല. കാരണം അവളെ കൂടെ 24 മണിക്കൂറും പറഞ്ഞ പോലെ കളിച്ചുകൊണ്ടിരിക്കണം. അങ്ങോട്ട് നിൽക്കടാ ഇങ്ങോട്ട് നിൽക്കടാ എന്ന് പറഞ്ഞിട്ട്. കൊള്ളണില്ല അവളെ വീട്ടിൽ. പക്ഷേ തിക്കി തിരക്കി കയറ്റിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ. വീടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടില്ലേ, എല്ലാ ഭാഗവും വാരി വലിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ. ഞായറാഴ്ച ദിവസമായതുകൊണ്ട് മോനും അൻവർക്കും എല്ലാവരും വീട്ടിലുള്ളതുകൊണ്ടേ കംപ്ലീറ്റ് എല്ലാ റൂമിൽ നിന്നും വാരി വലിച്ചിട്ട് ആദ്യം കട്ടിൽ, അതുപോലെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെയിറ്റുള്ള ഫർണിച്ചർ സാധനങ്ങളൊക്കെ വെട്ടുമ്പോൾട്ടൊക്കെ അയച്ച് മാറ്റിയിട്ടോ. കാരണം വെച്ചാൽ അത് വണ്ടി കയറ്റിയുണ്ട്, അത് വെയിറ്റ് ഉള്ളതല്ലേ. അപ്പോൾ അത് കൊണ്ടുപോയിടാം ആദ്യം എന്ന് വിചാരിച്ചു. കസേര, അലമാരകൾ, ബെഡ് കൊണ്ടുപോകണില്ല. കാരണം വെച്ചാൽ നമ്മൾ 22-ാം തീയതിയാണ് താമസം മാറുന്നത്. അപ്പോൾ അതുവരെ കിടക്കണ്ടേ. അതുകൊണ്ട് ബെഡ് മാത്രം ഇവിടെ വെക്കണത് കേട്ടോ. കട്ടിലുകളും കസേരകൾ അങ്ങനെയുള്ള എല്ലാം, ഡൈനിങ് ടേബിള്, സോഫ അങ്ങനെയുള്ള സാധനങ്ങൾ കംപ്ലീറ്റ് കൊണ്ടുപോകാൻ കേട്ടോ. പിന്നെ അൻവർഖാൻ്റെ വണ്ടി ഞായറാഴ്ച ദിവസമാണ് കിട്ടുള്ളൂ. കാരണം അല്ലാത്ത സമയത്തൊക്കെ അതിൽ മീനിൻ്റെ ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ എപ്പോഴും ലോഡായിരിക്കും. നമ്മൾ വിചാരിച്ച സമയത്തൊന്നും കിട്ടൂല. അപ്പോൾ അതുകൊണ്ട് എപ്പോഴാണോ ഫ്രീ വെച്ചാൽ ആ സമയത്ത് കൊണ്ടുപോയിടാമെന്ന് വിചാരിച്ചിട്ടാട്ടോ. അപ്പോൾ വെയിറ്റുള്ള സാധനങ്ങളൊക്കെ ആദ്യം കൊണ്ടുപോയിട്ട് അവിടെ ക്ലിയർ ആക്കി ഇട്ട് കഴിഞ്ഞാൽ നോമ്പിന് നമുക്കധികം പണി ഉണ്ടാവില്ല. അല്ലെങ്കിൽ നോമ്പും നോറ്റ് പിന്നെ അതൊക്കെ അടുക്കാനും പൊറുക്കാനും നിൽക്കേണ്ടി വരും. അപ്പോൾ അതിനെക്കാട്ടിലും ബുദ്ധിമുട്ടാവില്ലേ. അപ്പോൾ ഫർണിച്ചർ സാധനം ഒന്ന് വൈകുന്നേരം കൊണ്ടുപോകാമെന്നുള്ള പ്ലാനിങ്ങിലാണ് കേട്ടോ. എല്ലാം അയച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഫർണിച്ചർ സാധനങ്ങൾ കംപ്ലീറ്റ് കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ ഡ്രസ്സ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ. ഈ എല്ലറ ചില്ലറ എങ്ങനെ നോക്കിയാലും നമ്മൾ ഒരു കുട്ടി വരുമ്പോഴേക്കും ഏകദേശം നല്ല ഒരു ലോഡുമിലൊന്നും ഒതുങ്ങൂല. ഒരുപാട് സാധനങ്ങളുണ്ടാവും. നമ്മൾ വിചാരിക്കും കുറച്ചല്ലേ ഉള്ളൂ അങ്ങനെയൊക്കെ തോന്നും. പക്ഷേ ഇതെല്ലാം കൂടി ഒരു കുട്ടി വരുമ്പോഴേക്കും ഒരുപാട് സാധനങ്ങളാവും. പിന്നെ ഈ പൊട്ടണ പാത്രങ്ങൾ ഇങ്ങനെയുള്ളതൊക്കെ ബക്കറ്റിലും ചെമ്പിലും ഇങ്ങനെയുള്ള സാധനങ്ങളിലൊക്കെ ഇങ്ങനെ പതുക്കെ കമത്തി വെച്ചിരിക്കുകയാണ് കേട്ടോ. അത് വണ്ടിയിൽ കൊണ്ടുപോകാനൊന്നും പറ്റൂല. പിന്നെ വേണ്ട സാധനങ്ങളൊക്കെ വർക്കേരിക്ക് അങ്ങനെ മാറ്റി വെച്ചിട്ട് വേണ്ടാത്തതൊക്കെ ഇങ്ങനെ വാരി വലിച്ചിട്ടിരിക്കുകയാണ്. ഇനി ഫർണിച്ചർ സാധനങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് വേറെടുത്ത് എടുക്കാൻ പറ്റും. വേണ്ടത് അതിൻ്റെ ഇടയിൽ ലാമിൻ്റെ പണിയാണത്. അത് കട്ടിൽ ഒരതി കഴിയുമ്പോൾ സ്ക്രാച്ച് വരാതിരിക്കാൻ ഒരു ചെറിയ ബെഡ് അതിൽ കൊണ്ടുപോയിട്ടിരുന്നു. അവളതിൽ പോയി കിടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷം സാധനങ്ങളൊക്കെ വണ്ടിയിൽ കയറ്റി തുടങ്ങിയിട്ട് അവർ കഴിയണോടത്തോളമൊക്കെ സാധനങ്ങളൊക്കെ കയറ്റി തുടങ്ങി. ഞാൻ അവരിങ്ങനെ കൊണ്ടുപോകണ റൂമിൽ നിന്ന് കുറേ സാധനങ്ങൾ ഇങ്ങനെ അടിച്ചുവരി വൃത്തിയാക്കിയിട്ടോ. കാരണം ഇനി അതെല്ലാം കൊണ്ടുപോയി ഇറക്കി സെറ്റ് ചെയ്ത് വരുമ്പോഴേക്കും ഇവിടെ വൃത്തികേടായി കിടന്നു കഴിഞ്ഞാലേ നമുക്ക് വീട് ക്ലീനാക്കി പോയി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു വരുമ്പോൾ എത്ര വൈകിയാലും സമാധാനമുണ്ട്. ഇല്ലെങ്കിൽ വന്നാൽ പിന്നെ അത് ക്ലീൻ ആക്കണമല്ലോ എന്നുള്ള ടെൻഷനായിരിക്കും. ഞാനും മോനൂസും ബൈക്കുമ്മലാട്ടോ പോയത്. ഷിതുവും മിത്തൂസും ചെറുതൊക്കെ അൻവർഖാൻ്റെ കൂടെ പിക്കപ്പിൽ പോയിട്ടോ. ഞങ്ങൾ പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന സാധനങ്ങളൊക്കെ ബൈക്കുമ്മലെടുത്തിട്ട് അങ്ങനെ പോയിട്ടോ. അങ്ങാടിപ്പുറത്തെത്തിയപ്പോൾ പഴയ പോലെ തന്നെ നല്ല ബ്ലോക്ക് ആയിരുന്നു കേട്ടോ. എന്തോ അവിടെ ഒരു പരിപാടി എന്തോ ഉണ്ടോ സംശയമുണ്ട്. കാരണം നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു ആ സമയത്ത്. അങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് പോരുകയാണ് കേട്ടോ. പിന്നെ നമ്മളവിടുന്ന് ഇങ്ങോട്ട് അരമണിക്കൂറേ ഉള്ളൂ. നമ്മൾ മക്കരപ്പറമ്പിൽ നിന്ന് വീട്ടിലേക്ക് അരമണിക്കൂറേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ സാധനങ്ങളൊക്കെ കൊടുന്ന് സെറ്റ് ചെയ്തു. ലാമിക്ക് ഉറക്കം വന്നു എന്ന് പറഞ്ഞിട്ട്, കാരണം ഉച്ചക്ക് ഉറങ്ങിയിട്ടില്ല. കാരണം വീട്ടിലാകെ അലങ്കോലാക്കിയിട്ടതല്ലേ. അപ്പോൾ അവൾക്ക് ഉച്ചക്ക് ഉറങ്ങാനൊന്നും പറ്റിയിരുന്നില്ല. അപ്പോൾ അവൾ ഇവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. പിന്നെ അവരെന്നെ ഓരോ സാധനങ്ങൾ കൊണ്ടുവന്ന് ഇങ്ങനെ ഒതുക്കുന്നുണ്ട് കേട്ടോ.
എല്ലാ സാധനങ്ങളും ഫർണിച്ചർ സാധനങ്ങൾ വെയിറ്റുള്ള സാധനങ്ങളൊക്കെ ആദ്യം തന്നെ കൊണ്ടുവന്ന് ഒതുക്കി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളൊന്നും അത്ര ബുദ്ധിമുട്ടില്ലല്ലോ. അതിൻ്റെ ഇടയിൽ നമ്മുടെ കയ്യിന് ഒരു കടന്നൽ കുത്തിയിട്ടോ, അതിൻ്റെ വീക്കവും കാര്യങ്ങളായിട്ട് പിന്നെ വെയിറ്റുള്ളത് പൊക്കാനോ പിടിക്കാനോ ഒന്നിനും പറ്റുന്നില്ല. വിരൽ തന്നെ അനങ്ങണില്ല. അങ്ങനത്തെ അവസ്ഥയിലൂടെ വീങ്ങിപ്പോയി. പിന്നെ ലാമിയാണെങ്കിൽ ഉച്ചക്ക് ഉറങ്ങാത്തതുകൊണ്ട് ഭയങ്കര കുറുമ്പും വാശിയും കരച്ചിലും എല്ലാം കൂടിയായിട്ട് ഒരു സ്വൈരക്കേടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവളോട് സംസാരിച്ചിരിക്കുന്നുണ്ട്, ചില സമയത്ത് ഉറക്കാൻ നോക്കുന്നുണ്ട്. പിന്നെ ഫുഡൊന്നും വലിയ കാര്യമായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ആ ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു ആൾക്ക്. ഒരു ലെവലിൽ ഇങ്ങനെ പറഞ്ഞ് സോപ്പിട്ട് നിർത്തുകയാണ് കേട്ടോ. അങ്ങനെ 11:30-12 മണിയായിട്ടുണ്ട് വീട്ടിലേക്ക് തിരിച്ചു പോരുമ്പോൾ കേട്ടോ. ഇപ്പോൾ രാവിലത്തെ അവസ്ഥ ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് കുറേ സാധനങ്ങളൊക്കെ പോയി, ഇനിയുണ്ട് കേട്ടോ. ഇനി ഇങ്ങനെ പൊട്ടുന്ന പാത്രങ്ങളൊക്കെ ഉണ്ടാവില്ലേ, ഇങ്ങനെ പൊട്ടുന്ന പാത്രങ്ങളൊക്കെ വേഗം ചെയ്തിട്ട് അത് കണ്ടോ ഇങ്ങനെ പുതപ്പൊക്കെ വെച്ചിട്ട് പൊതിഞ്ഞ് വെച്ചിരിക്കുക കേട്ടോ. അങ്ങനെ പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഓരോ ഗ്ലാസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തിരിക്കുക. ഇല്ലെങ്കിൽ അവരെ കയ്യിൽ നിന്ന് ചാടി പൊട്ടാൻ സാധ്യത ഉണ്ടോ. ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ പൊട്ടി പോകുമ്പോൾ എടുത്തിട്ട് കേട്ടോ. ഇതാണ് അവസ്ഥ. ഇതൊക്കെ വേറെ വേറെ എടുക്കേണ്ടി വരും. കുറേ പാത്രങ്ങൾ ഇങ്ങനെ ഉണ്ട്. പിന്നെ ഇതൊക്കെ തന്നെ പാത്രങ്ങളൊക്കെ തന്നെ. പൊട്ടുന്ന പ്ലേറ്റുകൾ അങ്ങനെ ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ തുണികളൊക്കെ പൊതിഞ്ഞിട്ടാണ് കൊണ്ടുപോകുന്നത് കേട്ടോ. തുണി ഓരോ ഇങ്ങനെ ആക്കി വെക്കാനേ പറ്റുള്ളൂ. ചാക്കിലൊന്നും ഇടാൻ പറ്റില്ലല്ലോ. ബാക്കിയുള്ളൊക്കെ നമുക്ക് ചാക്കിലൊക്കെ ഇട്ട് കൊണ്ടുപോകാം. പക്ഷേ ഇതൊന്നും പൊട്ടുന്ന പ്ലേറ്റുകൾ അങ്ങനെയുള്ള സാധനം കുറേ പോയിട്ടോ. പൊട്ടുന്ന പ്ലേറ്റ് ആണെങ്കിലും അടുക്കളയിലുള്ള കുറേ സാധനങ്ങൾ നമ്മൾ കൊണ്ടുപോയി വെച്ചു എന്നല്ലേ, എങ്ങനെയൊക്കെയോ പോയി. ഇനി ബാക്കിയുള്ളതൊക്കെ നാളെയൊക്കെ കൊണ്ടുവെക്കണം വിചാരിച്ചിട്ടാട്ടോ. വീട്ടിലെ അവസ്ഥയാണ് ഇപ്പോൾ ചാക്കാണ്. എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് പ്രിൻ്ററാണ് കേട്ടോ. പ്രിൻ്ററൊക്കെ കയ്യിൽ ഇതൊക്കെ പൊടി പാറി കിടക്കണം. ഇപ്പോൾ റമദാനാകുമ്പോൾ എല്ലാം തുടച്ച് വൃത്തിയാക്കും. അപ്പോൾ ഇനി അതെല്ലാം തുടച്ച് ക്ലീൻ ആക്കിയിട്ട് അങ്ങോട്ട് കൊണ്ടുപോകുള്ളൂ. അതൊക്കെ ഇന്നലെ ഇവിടെ ഒന്നായിട്ട് ബെഡ് വെച്ചിട്ട് ഇങ്ങനെ കിടന്നിരിക്കുകയാണ് കേട്ടോ. രാമി എണീച്ചിട്ടില്ല, അവിടെ കിടക്കുകയാണ്. അതിൻ്റെ ഇടയിൽ മറ്റേ ബെഡുമ്പോൾ ഞാൻ കുറേ ഡ്രസ്സ് കൊടുത്തിട്ടുണ്ട് ഇനി മടക്കി വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. കാരണം അലമാരയൊക്കെ ഒഴിച്ചപ്പോൾ കെട്ടി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇവരെല്ലാവരും ഉറങ്ങി എണീറ്റപ്പോഴേ ഞാനതെല്ലാം വാരി ഇതുമ്പോൾ കൊടുത്തിട്ടാണ്. ഇനി അതൊക്കെ മടക്കി പാക്ക് ചെയ്യണം. ഈ റൂമിലൊന്നും ഒന്നുമില്ല കേട്ടോ, അതൊക്കെ കാലിയായി. ഇനി അതൊന്ന് തട്ടിക്കൊട്ടി അടിച്ചു വരി വൃത്തിയാക്കി കൊടുക്കണം. അങ്ങനെ പിന്നെ ടി വിയാണ് കേട്ടോ. ടിവിയാണിത്. ഇതൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുള്ളൂ, കൊണ്ടുപോയിട്ടില്ല. കാരണം ഈ ഫർണിച്ചർ കൊണ്ടുപോകണ കൂട്ടത്തിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന് ഡാമേജ് എന്തെങ്കിലും പറ്റിപ്പോകുമെന്ന് വിചാരിച്ചിട്ട്. ഇത്തൂസിൻ്റെ റൂമൊക്കെ ഇങ്ങനെ അലങ്കോലാക്കിയിട്ട് കേട്ടോ. ഇനി ഇതൊക്കെ അടിച്ച് ക്ലീൻ ആക്കണം ഇൻഷാ അല്ലാ. അങ്ങനെയൊക്കെയാണ്. ഇന്നലെ ഈ സാധനങ്ങൾ കെട്ടലും പെറുക്കലൊക്കെ ആയ കാരണം ഞാൻ ഒരൊറ്റ ദിവസം പിന്നെ മുറ്റടിച്ച് വരിയിട്ടുണ്ടായില്ല. അതുകൊണ്ട് മുറ്റത്തിൻ്റെ ഒരവസ്ഥ കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, ഒരാഴ്ചയായിട്ട് മുറ്റടിച്ച് വരാത്ത പോലെ ഉണ്ട്. ഇന്നലെ ഒറ്റ ദിവസം മുറ്റടിച്ച് വാരിയിട്ടില്ല. അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടാണ് ഇപ്പോഴത്തെ. ഇനിയിപ്പോൾ ഇത് ക്ലീൻ ചെയ്യട്ടെ. മറ്റോള് ഇന്നലെ കൊണ്ടുപോകണം പറഞ്ഞിട്ട് വണ്ടിയൊക്കെ എടുത്ത് വെച്ചിരുന്നു കേട്ടോ. ഇത് രണ്ടും കൊണ്ടുപോയിട്ടുണ്ടായില്ല. എന്നിട്ട് അവിടെ ചെന്നിട്ട് വണ്ടിയുടെ മാമിൻ്റെ വണ്ടിയുടെ വെച്ചിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു. അത് സത്യത്തിൽ ഇവർ മറന്നതാണ്. പിന്നെ അങ്ങനെ എല്ലാം കൊണ്ടുപോകണ കൂട്ടത്തിൽ ഇതൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ പൊട്ടും, ഒന്നും സേഫ്റ്റി ആയി ഇരിക്കില്ല. അപ്പോൾ ചെറിയ പാത്രങ്ങളൊക്കെ കൊണ്ടുപോകണ കൂട്ടത്തിലേ പറ്റുള്ളൂ. കണ്ടോ, അവിടെ നമ്മൾ മുറ്റൊരു ദിവസം അടിച്ചു വരിയിട്ടില്ലെങ്കിൽ ആ റോട്ടിൽ നിന്നൊക്കെ ഇങ്ങോട്ട് പാറി വരും. എല്ലാ ചപ്പും ചവറും പേപ്പറും എല്ലാം ഇങ്ങോട്ട് വരും. ഇപ്പോൾ ഇതൊക്കെ അടിച്ച് ക്ലീനാക്കി സെറ്റാക്കിയിട്ട് വേണം ബാക്കിയുള്ള പണികൾ ചെയ്യാൻ. കാരണം വീടാകെ വൃത്തികേടായി കിടക്കല്ലേ. ഒരു റൂം അടിച്ച് വരി ക്ലീനാക്കിയിട്ട് വേണം അടുത്ത റൂമുകൾ ചെയ്യാൻ. അതിലേക്ക് വേണ്ട സാധനങ്ങൾ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. ചെടികളൊക്കെ വാടി കിടക്കണം, ഒന്നും നനച്ചിട്ടില്ല. ഞാൻ ഈ ലൈവ് ചെയ്തിരുന്നതും പിന്നെ വീഡിയോസ് ചെയ്തിരുന്നത് ലൈവ് ഇട്ടിരുന്നതൊക്കെ ഈ ബാക്ക് ക്യാമറ ഓൺ ആക്കിയിട്ടായിരുന്നു കേട്ടോ. പിന്നിപ്പോൾ ഇവിടുത്തെ ഒരു വീഡിയോസ് ഇനി ഉണ്ടാവില്ല. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഭാഗമാണത്. നമ്മൾ ഈ മതിലിൻ്റെ അവിടെ ഇങ്ങനെ നിന്ന് ചാരി നിന്നിട്ട് അങ്ങോട്ട് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഒരു സുഖമായിരുന്നു കേട്ടോ. ആരും നമ്മൾ ഇവിടെ നിൽക്കുന്നതായിട്ട് ആരും കാണൂല്ല. എന്നാൽ നമുക്ക് ഈ പാടവും പ്രകൃതിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ നിൽക്കാം. അപ്പോൾ 2 ദിവസം മുന്നേ ഞാൻ അതിലൊക്കെ പോയി ആ തോടിൻ്റെയും പാടത്തിൻ്റെയൊക്കെ വീഡിയോസ് ഇട്ടിരുന്നു കേട്ടോ. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണണേ. ഇവിടുത്തെ ഒരു പ്രകൃതി ഭംഗി അത് വേറെ തന്നെ കേട്ടോ. ഇനിയിപ്പോൾ പോണത് നല്ല അങ്ങാടിക്കാണ് പോണത്. അവിടെ ആകുമ്പോൾ കുട്ടിക്ക് കോളേജിൽ പോകാനും സ്കൂളിൽ പോകാനും എല്ലാത്തിനും അവർക്ക് വരാനും പോകാനും എല്ലാത്തിനും സുഖമാണ്. ഞാൻ പിന്നെ എവിടെയായാലും വീട്ടിലിരിക്കുന്ന ആളല്ലേ, അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല, എവിടെ ഇരുന്നാലും കണക്കാം. പക്ഷേ ഈ പുറത്ത് പോകണവർക്കാണ് ഭയങ്കര ബുദ്ധിമുട്ട്. ഇങ്ങോട്ട് നമുക്ക് പെരിന്തൽമണ്ണ ഇങ്ങോട്ട് വരേണ്ട ഒരു കാര്യമല്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ അതും കൂടി വിചാരിച്ചിട്ടാണ് ഇവിടുന്ന് മാറണം കേട്ടോ.
പിന്നെ ഞാൻ പറഞ്ഞില്ലേ മഴക്കാലമായി കഴിഞ്ഞാൽ ആ കുന്നും മലയൊക്കെ അവിടെ തലയിൽ കൂടെ വരുമോ എന്നുള്ളൊരു പേടി സത്യത്തിൽ നല്ലോണം ഉണ്ട്. കാരണം ഓരോ ഭാഗം അങ്ങനെ ഇടിഞ്ഞ് വീഴുകയാണത്. കുറേ ആളുകൾ ചോദിച്ചിരുന്നു എന്താ മാറണത്, എന്തിനാണ് താമസം മാറണമെന്ന് ചോദിച്ചിരുന്നു. ഒന്നാമത്തെ കാര്യം നമുക്ക് പെരിന്തൽമണ്ണെന്ന്, കാരണം ഇവർ വർക്കിന് പോണതും കുട്ടികളെ പഠനമൊക്കെ പെരിന്തൽമണ്ണ, നമ്മൾ മക്കരപ്പുറമ്പാണ് താമസിക്കുന്നത്. അപ്പോൾ ഇത്രയും ദൂരം നമുക്ക് വരേണ്ട ആവശ്യമില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ കണ്ടോ, ഈ വീടിൻ്റെ ഇത്ര ഗ്യാപ്പിൽ ഇതിൻ്റെ ഈ ഭാഗത്തേക്കാൻ വല്ലാതെ വരാറില്ല. ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഞാനിവിടെ ഈ മരത്തുമെന്ന് ചാടുന്ന ഇല അടിച്ച് വാരി ക്ലീനാക്കി കത്തിക്കാൻ വേണ്ടിയിട്ട് ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസമേ വരുള്ളൂ കേട്ടോ. ഇപ്പോൾ സാധനങ്ങൾ കെട്ടിലും പൊറുക്കലൊക്കെ ആയിട്ട് ഞാൻ ഈ ഭാഗത്തേക്ക് തന്നെ വരാറില്ല. ഇനി എന്തായാലും പോണീൻ്റെ മുന്നേ ഒന്ന് അടിച്ച് തീയിട്ട് പോകണം. പിന്നെ അപ്പോൾ ഈ കുന്ന് കണ്ടോ, ഈ കുന്ന് ഭയങ്കര ഡേഞ്ചറാണ്. ഇത് എപ്പോഴാണ് തലയിൽ കൂടെ വരിക എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടി ഇങ്ങോട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഈ ചുമരൊക്കെ തട്ടി വീഴുകയെ. പിന്നെ ഭയങ്കര ഹോളുകളാണ്, ഭയങ്കര പാമ്പ് ശല്യം. ഈ ഭാഗത്തേക്കേ ഞാൻ വരാറില്ല, ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നാട്ടോ. കണ്ടോ ഇങ്ങനെ വലിയ വലിയ ഹോള്, അതിൽ നിന്ന് ഓരോ സാധനങ്ങൾ ഇങ്ങനെ പോണ കാണാം, അങ്ങോട്ട് മേലേക്ക് പോകും. അങ്ങനെ ഇത് ഭയങ്കര ഒരു കുന്നാണ്. അപ്പോൾ നമ്മുടെ വെറുതെ വാടകയും കൊടുത്തുകൊണ്ട് നമ്മളിവിടെ റിസ്ക് എടുത്ത് നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ. ഈ പാമ്പിനെ കണ്ടതിന് ശേഷം എനിക്ക് ഈ ഭാഗത്തേക്ക് പോകാൻ പേടിയാണ്. ഞാൻ അവിടെ അടിച്ചു വാരി തീയിടാൻ മാത്രമേ ഞാൻ ഈ ഭാഗത്തേക്ക് വരാറുള്ളൂ, അല്ലാതെ ഈ പരിസരത്തേക്ക് വരാറില്ല കേട്ടോ. ഇവിടെ ആദ്യം നിന്ന ഒരു താത്ത പാമ്പ് കടി ഏറ്റ് മരിച്ചതാണ് അത്ര കേട്ടോ. അതൊന്നും അറിയില്ലായിരുന്നു, ഇപ്പോഴാണ് പോന്നു കഴിഞ്ഞിട്ട് അറിയണത്. പേടിയാണ്, പടച്ചോൻ കാക്കട്ടെ എല്ലാവരും. അപ്പോൾ നമ്മൾ താമസം മാറുന്നതിൻ്റെ പ്രധാന കാരണം ഒന്ന് ഈ ഒരു മഴക്കാലമായി കഴിഞ്ഞാൽ തലയിൽ കൂടെ വരുമോ എന്നുള്ളൊരു പേടി. കാരണം ആ ചുമരെല്ലാം കൂടി അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ടെറസ് തട്ടി വീഴാൻ അത്ര പണിയൊന്നും ഉണ്ടാവില്ല. ഒരു ഭാഗം വീണ് കഴിഞ്ഞാൽ ചിലപ്പോൾ കഷ്ടകാലത്തിന് നമ്മുടെ തലയിൽ കൂടെ ഈ സാധനം വീടാൻ മറിയും. പഴയ വീടുമല്ലേ, അപ്പോൾ അത് ഉള്ളിലെ ഭംഗിയൊന്നും പുറത്തില്ല പഴകിയിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനുണ്ട്. പിന്നെ നമ്മൾ ഈ 15 കിലോമീറ്റർ 14 കിലോമീറ്റർ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ദിവസം എണ്ണ അടിച്ച് നടക്കുകയല്ലേ. അപ്പോൾ അങ്ങോട്ട് അടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടില്ലല്ലോ. കുട്ടിക്ക് 2 ബസ് സ്കൂളിൽ പോകാനൊക്കെ കോളേജിൽ പോകാനൊക്കെ 2 ബസ് കയറി പോകണം. അപ്പോൾ അതിനെക്കാട്ടിലൊക്കെ സുഖമാണ്. പിന്നെ അവിടെ ആയിക്കഴിഞ്ഞാൽ അവൾക്ക് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. അപ്പോൾ എല്ലാം കൂടി ഒത്തു വന്നപ്പോൾ വൃത്തിയുള്ളൊരു വീടുമാണ്. അവിടെ പിന്നെ വെള്ളപ്പൊക്കം ഉണ്ടാവുന്നോ വെള്ളം കയറുന്നോ അല്ലെങ്കിൽ മല ഇടിയുന്നൊന്നും പേടിക്കാറില്ല. പിന്നെ ഇപ്പോൾ പ്രകൃതി ദുരന്തം ചിലപ്പോൾ താന്നു പോയെങ്കിലുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിങ്ങാണ്ട് എടുത്ത വീടാണ് കേട്ടോ. അത് വാടക കുറച്ച് കൂടുതലാണ്, എന്നാലും അൽഹംദുലില്ലാ കുഴപ്പമില്ല. ഒരു തൃപ്തിയുണ്ട്, മനസ്സിനൊരു സമാധാനമുണ്ട് കേട്ടോ. ഈ ഭാഗമാണെങ്കിൽ ഒടുക്കത്തെ ഭംഗി. നമ്മൾ ഈ മതിലിൻ്റെ അവിടെ ഞാൻ ലൈവൊക്കെ ചെയ്യണത് ഇവിടെ ഈ കിണറിൻ്റെ ഈ ഭാഗത്ത് വന്നു നിന്നിട്ടാട്ടോ. 4 മണി 5 മണി സമയത്തൊക്കെ ഞാൻ ലൈവ് ഇട്ടിരുന്നില്ലേ, അതൊക്കെ ഈ ബാക്ക് ക്യാമറ ഓണാക്കിയിട്ടാട്ടോ. അപ്പോഴൊന്നും വെറുതെ ഇങ്ങനെ ഫേസ് കാണിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഈ ഭംഗിയുള്ള സ്ഥലമൊക്കെ കാണിച്ചിട്ടായിരുന്നു ഞാൻ ലൈവൊക്കെ ഇട്ടിരുന്നത്. ഈ ഭാഗം നല്ല ഭംഗിയുള്ള സ്ഥലം. എന്നാൽ പിന്നെ നമ്മുടെ ഈ ഭാഗം ഞാൻ കാണിച്ചു തരാം, കാണാത്തവർക്ക് കിട്ടും. ഞാൻ കുറേ വീഡിയോസ് ഈ ഒരു സംഭവം പറഞ്ഞിട്ടിരുന്നതാണ്, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം, അല്ല ഒന്നുകൂടി കാണിച്ചു തരാം കേട്ടോ. ഇതൊക്കെ ഈ ഉയരത്തിലാണ് ഈ വീടൊക്കെ നിൽക്കുന്നത്. ഇവിടെയൊക്കെ എത്ര ഉയരമുള്ളൂ, പക്ഷെ കാണുമ്പോൾ അങ്ങനെ കണ്ടാലും അത്യാവശ്യം നല്ല ഉയരമാണത് കേട്ടോ. ഇത് കഴിഞ്ഞ വർഷം ഇടിഞ്ഞ് ഞങ്ങളിവിടെ വന്നതിന് ശേഷം ഇടിഞ്ഞ് വീണതാട്ടോ. ഈ മണ്ണൊക്കെ ഇതൊക്കെ പുതിയ മണ്ണാണ്, ഇടിഞ്ഞ് വീണതാണ്. ഈ കല്ലൊക്കെ അപ്പോൾ വന്ന് ഉരുണ്ട് വന്നതാട്ടോ. പിന്നെ ഞാൻ ഈ ഭാഗത്തേക്ക്, പിന്നെ പാമ്പിനെയും കൂടി കണ്ടതിന് ശേഷം ഞാൻ ഈ ഭാഗത്തേക്കേ പോകാറില്ല. അപ്പോൾ ഇതെല്ലാം കൂടി ഈ ചുമരുമ്പോൾ വന്ന് ഇരിക്കുമോ എന്നുള്ളൊരു പേടി. അപ്പോൾ നമ്മളിവിടുന്ന് മാറുകയാണ് പറഞ്ഞപ്പോൾ മോളൊക്കെ ഒരുപാട് ആളുകൾ പരിചയപ്പെട്ട് കമ്പനിയായി വന്നതുകൊണ്ടേ കുറേ പ്രായമായ കാക്കന്മാരൊക്കെ പറഞ്ഞാൽ അതൊന്നും വീയൊന്നുമില്ല, അതൊക്കെ എത്ര കൊല്ലമായി, അത് മറിയൊന്നുമില്ല, അത് പേടിക്കൊന്നും വേണ്ട. അപ്പം ഞാൻ പറഞ്ഞാൽ പുതിയ മണ്ണ് വീണ് കിടക്കണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ അതൊന്നും വിഷമിക്കേണ്ട, അതൊന്നും വീയൂലാന്ന്. പക്ഷേ നമ്മളങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ അറിയോ, നമ്മളെ വയനാടൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ള മലയാണ്, അല്ലാതെ പുതിയ മലയല്ലല്ലോ അതൊന്നും. അപ്പോൾ ആ മലകളൊക്കെ ഇടിഞ്ഞ് പൊളിഞ്ഞ് അവരെത്രയോ ജീവനാണ് ഇല്ലാതാക്കിയത്. അവരൊന്നും ഒരിക്കലും അത് പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ആ മലയൊന്നും ഇടിഞ്ഞ് വരുന്നുള്ളത്. അപ്പം എന്നാൽ പോലെ നമ്മൾ പൈസ കൊടുത്ത് വാടകയ്ക്ക് നിന്ന് ഇവിടെ വന്ന ഒരു ആവശ്യമില്ലാതെ നിന്നിട്ട് ഒരു അപകടങ്ങൾ വിളിച്ച് വരുത്തണ്ടല്ലോ. അതുകൊണ്ടാട്ടോ ലാമി ഇവിടെയാണ് വൈകുന്നേരമൊക്കെ നിന്നിട്ട് അങ്ങോട്ട് ഇങ്ങനെ. ഇതിപ്പോൾ ഞാൻ ലാസ്റ്റ് വീഡിയോ ആയിക്കാറ് കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ ഒരു വീഡിയോ ചെയ്യലൊന്നും ഉണ്ടാവില്ല, ഇനി അവിടെ എത്തിയിട്ട് ഇൻഷാ അല്ലാഹ് വീഡിയോ ഒക്കെ ചെയ്യുള്ളൂ കേട്ടോ. നമ്മളെ വീഡിയോസ് എല്ലാവരും കാണാൻ മറക്കരുത്. പിന്നെ കണ്ടിന്യൂ ആയിട്ട് വീഡിയോ ഇടാൻ മാക്സിമം ശ്രമിക്കാം ഇൻഷാ അല്ലാഹ്. ചെടിച്ചട്ടിക്കൊക്കെ ഞാൻ കുറേ പെയിൻറ്റൊക്കെ എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിലൊക്കെ പെയിൻറ്റൊക്കെ അടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അറിയൊന്നുമില്ല എന്നാലും. പിന്നെ കുറേ ചെടികളൊക്കെ കുറേ ചെടികളൊക്കെ കേടെന്നൊക്കെ പോയിട്ട് കുറച്ച് വീട്ടിലേക്ക് കൊടുത്ത് വിടണം, അഞ്ചേരത്തെ വീട്ടിലേക്ക് കൊടുത്ത് വിടണം എന്ന് വിചാരിക്കുന്നുണ്ട്. ചെടികളും കാര്യങ്ങളും കൊണ്ടുനടക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. കുറച്ചൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, കാരണം എൻ്റെ ടൈം പാസ് തന്നെ അതാണ്. ഇങ്ങനെ വാട്സാപ്പിലും മൊബൈലും കളിച്ചിരിക്കുക ആ പരിപാടിയൊന്നുമില്ല. കൂടുതലും ഈ ചെടി അങ്ങോട്ട് വെച്ചിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വെച്ചിട്ട് അതൊക്കെ തന്നെ എൻ്റെ പണി. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മളെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെടുന്നവരെല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക, ഒരു കൂടപ്പിറപ്പിനെ പോലെ കാണുക, നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. നിങ്ങളെ കുടുംബത്തിലൊരു അംഗമായിട്ട് കാണുക ഇൻഷാ അല്ലാഹ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ പുതിയ വീട്ടിൽ വെച്ചിട്ട് കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.